ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് സാമൂഹ്യ സേവന മേഖലയിൽ മഹത്തായ 47 വർഷം പിന്നിടുകയാണ്. നിർധന കുടുംബങ്ങൾക്ക് വേണ്ടി ശ്രേയസ് ചെറുപുഴ യൂണിറ്റ് നടപ്പിലാക്കുന്ന കാരുണ്യഭവനത്തിന്റെ താക്കോൽദാനം 2025 ഫെബ്രുവരി 18 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കൊല്ലാടയിൽ വെച്ച് നടക്കും. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ ശ്രേയസ് ചെറുപുഴ യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുടി, മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു, യൂണിറ്റ് CDO വിലാസിനി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് വികസന പാതയിൽ 47 വർഷങ്ങൾ പിന്നിടുകയാണ്. ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രേയസ് കേരളത്തിലെ 5 ജില്ലകളിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ശ്രേയസ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 78 യൂണിറ്റുകളിൽ ഇപ്പോൾ ശ്രേയസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തന പാതയിൽ ശ്രേയസ് 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു യൂണിറ്റിൽ ഒരു വീട് എന്നുള്ളൊരു സ്വപ്ന കർമ്മ പദ്ധതിയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഈ പദ്ധതി ശ്രേയസിൻ്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലാണ് ആദ്യമായിട്ട് ഈ പരിപാടി ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നത്. ബത്തേരി രൂപതയുടെ കീഴിലുള്ള ശ്രേയസിൻ്റെ എല്ലാ യൂണിറ്റുകളിലും 2030 ആകുമ്പോഴേക്കും എല്ലാ യൂണിറ്റുകളിലും ഒരു വീട് എന്നുള്ള സ്വപ്ന പദ്ധതി ഞങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രേയസ് ചെറുപുഴ യൂണിറ്റിൻ്റെ കീഴിൽ ഈ പറയുന്ന സ്വപ്ന ഭവനം 2025 ഏപ്രിൽ 18-ാം തീയതി ഈ സ്വപ്നം ഫെബ്രുവരി പൂർണിയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ 650 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായ ഒരു വീട് നമ്മൾ പണി കഴിപ്പിച്ചു കഴിഞ്ഞു. 7 ലക്ഷം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ തുക മുഴുവൻ ശ്രേയസിൻ്റെ പ്രവർത്തന ഗ്രാമത്തിലുള്ള പ്രവർത്തകരും അതോടൊപ്പം തന്നെ അയൽക്കൂട്ട ഭാരവാഹികളും യൂണിറ്റിൻ്റെ ഭാരവാഹികളും മേഖലാ പ്രവർത്തകരും വളരെ തന്മയത്വത്തോടെ കാരുണ്യ ഫണ്ടിന് വേണ്ടിയിട്ട് പല സ്കീമുകളുടെ പിരിച്ചെടുത്ത തുകയാണ് ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ചെലവിട്ടിരിക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഇതിന് ഞങ്ങൾക്ക് നിർലോഭമായ കുറേ ആൾക്കാരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ശ്രേയസിൻ്റെ ചെറുപുഴ യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട വർഗീസ് താന്നിക്കാക്കുടി അച്ഛൻ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതിൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് ആലിങ്കൽ അച്ഛൻ ഈ കർമ്മ പദ്ധതി സെൻട്രൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഞങ്ങളിലൂടെ കാര്യങ്ങൾ ചിന്തിക്കുകയും ഈ പദ്ധതി വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നിരുന്നു. അതോടൊപ്പം തന്നെ ശ്രേയസ് കാസർഗോഡ് മേഖലയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സാമുവൽ പുതുപ്പടി അച്ഛൻ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിനും പുറമെ ശ്രേയസ് കണ്ണൂർ കാസർഗോഡ് മേഖലയുടെ എല്ലാ മേഖലാ പ്രവർത്തകരും ശ്രേയസ് ചെറുപുഴ യൂണിറ്റിൻ്റെ UDOമാരായ ചേച്ചിമാരും എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടപ്പോഴാണ് നല്ലൊരു ഭവനം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. ആ ഭവന പദ്ധതി 2025 ഫെബ്രുവരി 18 ആ കുടുംബത്തിന് നിർമ്മല മുരളി എന്ന് പറയുന്ന കുടുംബത്തിന് കൊല്ലാടെയുള്ള നിർമ്മല മുരളിക്ക് ഞങ്ങൾ സമർപ്പിക്കുകയും സൂചിപ്പിച്ചതുപോലെ ശ്രേയസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതിയാണ് കാരുണ്യഭവനം എന്നുള്ളത്. പ്രത്യേകിച്ച് ശ്രേയസ് 50 വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ യൂണിറ്റുകളിലും ഏറ്റവും അർഹതപ്പെട്ട നിർധനരായ കുടുംബങ്ങൾക്ക് ഭവനം എന്നുള്ള ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നല്ല വാസയോഗ്യമായൊരു ഭവനം. അതിന് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തോട് സഹകരിക്കുക എന്നുള്ളതാണ് ശ്രേയസിൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ പങ്കാളി കുടുംബങ്ങളിൽ ഏറ്റവും നിർധനരായ അർഹരായ കുടുംബങ്ങൾക്ക് ജാതിമത ഭേദമന്യേ അങ്ങനെ യാതൊരു വ്യത്യാസവും കൂടാതെ ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ
28-29 ആകുമ്പോഴേക്കും ആണ് ശ്രേയസ് 50 വർഷം പൂർത്തീകരിക്കുന്നത്. അതോടുകൂടി ഈ പദ്ധതി കൂടുതൽ വിപുലമാക്കി എല്ലാവർക്കും, പങ്കാളി കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭവന പദ്ധതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ 18-ാം തീയതി ഫെബ്രുവരി 18-നാണ് ഇതിൻ്റെ താക്കോൽദാനവും സമർപ്പണവും നടക്കുക. അതിൽ സംബന്ധിക്കുന്നവർ നമ്മുടെ ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിഡ് ആലിംഗലച്ചൻ, അതുപോലെ തന്നെ ശ്രേയസിൻ്റെ മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവരെ സംബന്ധിക്കും. നമ്മുടെ ഈ ഭവനം സാക്ഷാത്കരിക്കുന്നത് ഈസ്റ്റഡേരി പഞ്ചായത്തിലാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസഫ് ജോർജ് മുത്തോലി, അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് സമർപ്പിക്കുക ആ കുടുംബത്തിന്. അതുപോലെ തന്നെ ആ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രതിനിധികൾ അവിടെ സംബന്ധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് വിശിഷ്ട അതിഥികൾ അവിടെ സംബന്ധിക്കും. ആ പ്രദേശത്ത് ചുറ്റുപാടുമുള്ള പ്രദേശവാസികളും ഒക്കെ അതിൽ സംബന്ധിക്കും. അങ്ങനെ പൊതുജനത്തെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമർപ്പണവും ഉദ്ഘാടനവുമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ പ്രവർത്തന പന്താവിൽ 47 വർഷം പിന്നിടുകയാണ്. ഈ അവസരത്തിൽ ഈ യൂണിറ്റിനെ അഭിമാനിക്കുവാനും ജനങ്ങൾക്ക് ജനോന്മുഖമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഒരു ഭവന പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൻ്റെ നിറവിലാണ് ചെറുപുഴ യൂണിറ്റിലെ പ്രവർത്തകരും മറ്റ് സ്റ്റാഫംഗങ്ങളും മറ്റ് ശ്രേയസ് കുടുംബാംഗങ്ങളുമൊക്കെ. ഈ പണം നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ ശ്രേയസ് കുടുംബാംഗങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ ഷോപ്പുകളിലൂടെയും സന്നദ്ധരായ വ്യക്തികളിലൂടെയും ഒക്കെയാണ് നമ്മൾ ഈ പണം സമാഹരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിൻ്റെ നമ്മുടെ യൂണിറ്റ് ഡയറക്ടറുടെ ഒരു ഇച്ഛാശക്തി, അദ്ദേഹത്തിൻ്റെ ഒരു മനോബലം, നമുക്ക് തന്നൊരു കരുത്ത്, അതോടൊപ്പം തന്നെ മേഖലാ സ്റ്റാഫ് അംഗങ്ങൾ, മറ്റ് ഡയറക്ടേഴ്സ്, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ശ്രേയസ് കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് വീട് ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും 18-ാം തീയതി അതിൻ്റെ താക്കോൽദാന കർമ്മം നടത്തുവാനും നമുക്ക് സാധിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് നമുക്ക്. അതൊരു ചെറുപുഴ യൂണിറ്റിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ്. ഈ പദ്ധതി ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചതിൽ അഭിമാനത്തോടെ ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് ഇനി ചെറുപുഴയിലും. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ. ഫാഷൻ ഡിസൈനിംഗ് രംഗത്ത് ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വിവാഹം, ആദ്യ കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ, സാരി ബ്ലൗസ്, ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ കളർ ഡൈയും ചെയ്തു കൊടുക്കുന്നു. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ചെറുപുഴ. ഫോൺ 9645621329. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ.